നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഒരുപാട് കാലമായിട്ട് തർക്കത്തിലുള്ള ഒരു കാര്യമാണ്. ഇത് മറ്റൊന്നുമല്ല, പുനർജന്മം ഉണ്ടോ എന്നും അതുള്ളതാണെങ്കിൽ പിതൃക്കൾക്ക് എന്തിനാണ് ബലിയിടുന്നതെന്നും മരണശേഷം കർമ്മങ്ങൾ ചെയ്യുന്നത് എന്തിനാണെന്നും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഇതൊരു തർക്ക വിഷയമായതുകൊണ്ട് തന്നെ കുറച്ച് വിശകലനം ആവശ്യമായിട്ടുണ്ട് ഇതിന്. ആദ്യമായിട്ട് നമ്മൾക്ക് പുനർജന്മം എന്നത് ഉള്ളതാണോ എന്നൊന്ന് നോക്കാം. ഹിന്ദു പുരാണത്തിന്റെ അടിസ്ഥാനം വേദമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ വേദാന്തത്തിലും ജ്യോതിഷ സിദ്ധാന്തങ്ങളിലും ഭഗവത്ഗീതയിലും ഉപനിഷത്തുകളിലും ഒക്കെ മനുഷ്യന് പുനർജന്മം ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന്, അല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു പൂർവ്വജന്മത്തിൽ നിന്നാണല്ലോ ഈ പുനർജന്മം ഉണ്ടാകുന്നത്. അങ്ങനെ പൂർവ്വജന്മത്തിൽ നിന്ന് പുനർജന്മത്തിലേക്ക് വന്ന ഒരു വ്യക്തിയുടെ ജീവിതവും ഇതോടൊപ്പം നമുക്ക് പറഞ്ഞു പോകാം. ഹിന്ദുമത ആചാരപ്രകാരമുള്ള പുനർജന്മത്തെ ഒന്ന് വിശകലനം ചെയ്യാം. ഇതിൽ എത്രത്തോളം നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളത്. എന്റെ ഒരു അഭിപ്രായത്തില് പുനർജന്മം ഉണ്ട്, അത് സത്യമാണ് എന്ന് തന്നെയാണ്. അതിനുള്ള തെളിയിക്കുന്ന കാരണങ്ങളാണ് ആദ്യം ഇവിടെ പറയുന്നത്. ഒരു പൂർവ്വജന്മത്തിൽ നിന്നാണ് പുനർജന്മം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞല്ലോ. പൂർവ്വജന്മത്തിൽ ചെയ്ത ശുഭമായിട്ടുള്ള കാര്യങ്ങളും അശുഭമായിട്ടുള്ള കാര്യങ്ങളുടെയും കർമ്മഫലം അനുഭവിക്കാനാണ് അടുത്ത ജന്മം എടുക്കുന്നതെന്നാണ്. ഇതുപോലെ ഈ ജന്മത്തിൽ ചെയ്യുന്ന ശുഭകർമ്മങ്ങളുടെയും അശുഭകർമ്മങ്ങളുടെയും ഫലമാണ് അടുത്ത ജന്മത്തിൽ അനുഭവിക്കുന്നത് എന്നാണ് ഇതിന്റെ ഒരു തത്വം വരുന്നത്. ഒരാളുടെ ഗൃഹസ്ഥിതിയിൽ നിന്ന് അയാളുടെ പൂർവ്വജന്മത്തിലെ അനുഭവങ്ങളെ കുറിച്ചുള്ള സൂചനകൾ നമ്മൾക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യ ശരീരത്തിന് രണ്ട് അവസ്ഥകളുണ്ട്: സ്ഥൂല രൂപവും സൂക്ഷ്മരൂപവും. ബാഹ്യ ശരീരത്തെയാണ് സ്ഥൂല രൂപം എന്ന് പറയുന്നത്. സൂക്ഷ്മ ശരീരത്തെ നമ്മൾ പറയുന്നത് പ്രാണൻ, ആത്മാവ് എന്നൊക്കെയാണ്. സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരത്തോട് ഗാഢമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ സ്ഥൂലരൂപം സൂക്ഷ്മ ശരീരത്തിന്റെ ഒരു പ്രകാശം എന്ന് പറയാം. സൂക്ഷ്മ ശരീരം, അതായത് നമ്മളുടെ ആത്മാവ് നിലനിൽക്കുന്ന കാലത്തെ നമ്മളുടെ ശരീരത്തിനും നിലനിൽപ്പുള്ളൂ. സൂക്ഷ്മ ശരീരം, അതായത് ആത്മാവ്, മനസ്സിലാക്കാനായിട്ട് ആത്മാവെന്ന് നമ്മൾക്ക് പറയാം. ഈ ആത്മാവ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മരണം സംഭവിക്കുന്നതാണ്. അതോടെ ബാഹ്യശരീരം ഒന്നുമല്ലാതെ ആവുന്നതാണ്. വേദാന്ത ശാസ്ത്രം അനുസരിച്ച് സൂക്ഷ്മ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നത് അന്ധകരണം, ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം, പഞ്ചപ്രാണൻ എന്നിവയാണ്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, പിത്തം എന്നിവയൊക്കെ അടങ്ങുന്നതാണ് ഈ അന്ധകരണം എന്ന് പറയുന്നത്. ശബ്ദവും സ്പർശവും രസവും രൂപവും ഗന്ധവും എന്നിവയൊക്കെ അടങ്ങിയതാണ് ജ്ഞാനേന്ദ്രിയം. ചിരിക്കുക, സംസാരിക്കുക, വിസർജിക്കുക, പ്രത്യുൽപാദിപ്പിക്കുക എന്നിവയൊക്കെ അടങ്ങുന്നതാണ് കർമ്മേന്ദ്രിയം, അതായത് കർമ്മങ്ങൾ ചെയ്യുന്നത്. അതായത് ബാഹ്യശരീരത്തിന്റെ എല്ലാ ക്രിയകളും സൂക്ഷ്മ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നു. ഈ ജന്മത്തിൽ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സൂക്ഷ്മ രൂപത്തിന്റെ മനസ്സിൽ സംഭരിക്കുന്നതാണ്. ഇത് ആഗ്രഹങ്ങളായിട്ട് മാറുന്നതാണ്. പ്രബലമായ ആഗ്രഹങ്ങളെ വേദാന്തത്തിൽ വാസനകളെന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെയൊരു ആഗ്രഹം നമ്മളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വാസനയായി മാറുകയും ആ വാസനയെ തൃപ്തിപ്പെടുത്താനായിട്ട് വിവിധ ജന്മങ്ങൾ നമ്മൾക്ക് വേണ്ടിവരും. ഈ ആസക്തിയുടെ ഗതി തടഞ്ഞു നിർത്താൻ നമ്മൾക്ക് കഴിയുന്നതല്ല. സൂക്ഷ്മ ശരീരത്തില് അടങ്ങിയിരിക്കുന്ന സംസ്കാരമാണ് സ്ഥൂല ശരീരം പ്രകടിപ്പിക്കുന്നത്. ഇനി മറ്റൊന്ന് പറയുകയാണെങ്കിൽ ആത്മാവ് രണ്ട് വിധമുണ്ട്. ജീവാത്മാവുമുണ്ട്, പരമാത്മാവുമുണ്ട്. സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ആത്മാവ്. അതായത് ജീവൻ ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് മാറി മാറി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നത്. ഈ ജീവാത്മാവ് ഒരു ശരീരം വിട്ടു പോകുന്നതിനെ ഉത്ക്രാന്തി എന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കുന്നതിനെ ഗതി എന്നും പറയുന്നുണ്ട്. ഈ രണ്ട് ശരീരങ്ങൾക്കിടയിലുള്ള കാലഘട്ടങ്ങൾ, അതിനെയാണ് നമ്മൾ ആത്മാവ് എന്നൊക്കെ വിളിക്കുന്നത്. അത് നിദ്ര എന്ന പോലെ കിടക്കുകയാണ്. അങ്ങനെ ഈ ആത്മാവിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഒരു അണുവിന്റെ വലിപ്പമാണ് എന്നാണ് ഈ ഉപനിഷത്തുകളൊക്കെ പറയുന്നത്. അതായത് സൂര്യൻ നമ്മൾക്ക് പ്രകാശം നൽകുന്നത് പോലെ ആത്മാവ് സമ്പൂർണ്ണ ദേഹത്തെ ഒരു സ്ഥലത്ത് മാത്രം ഇരുന്ന് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഗീതയിൽ പറയുന്നത്. ഹൃദയത്തിനുള്ളിലാണ് ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഉപനിഷത്തുകൾ പറയുന്നത്. ഉപനിഷത്തുകളിലെ പരാമർശം അനുസരിച്ച് ഹൃദയം എന്ന പേരിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് നെഞ്ചിനുള്ളിലും മറ്റേത് മസ്തിഷ്കത്തിലുമാണ്. ഈ ബ്രഹ്മത്തെ ദർശിക്കാൻ കഴിയുന്ന സ്ഥലമാണ് മസ്തിഷ്കമെന്നാണ് പറയപ്പെടുന്നത്. ഈ ആത്മാവ് അഥവാ പ്രാണൻ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് പുറത്തു കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരണാസന്നായ ഒരു വ്യക്തി അവസാന ശ്വാസം വലിച്ചു തുടങ്ങുമ്പോൾ ശരീരം ഓരോ ഇന്ദ്രിയങ്ങളായി ത്യജിക്കാൻ തുടങ്ങും. ആദ്യം ത്യജിക്കുന്നത് കാഴ്ചയായിരിക്കും, അതിനുശേഷം ഘ്രാണേന്ദ്രിയം ത്യജിക്കും,
പിന്നീട് രസനേന്ദ്രിയം ത്യജിക്കും, പിന്നീട് ശ്രോതേന്ദ്രിയം ത്യജിക്കും, പിന്നീട് സ്പർശനേന്ദ്രിയം ത്യജിക്കും എന്നിങ്ങനെയാണ് ഇവയുടെ പ്രവർത്തനം മതിയാക്കുന്നത്. പണ്ടുള്ളവർ ഒരാളുടെ മരണം അടുത്തു എന്ന് പറയുന്നതും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് പണ്ടുള്ള ആൾക്കാർ ഇതിന് ഇപ്പോൾ ഇന്ന സമയത്ത് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കണക്കാക്കി പറയുന്നത്. അതിനുശേഷം ബലവും തേജസ്സും ഒക്കെ ക്ഷയിക്കുന്നു. അങ്ങനെ ആത്മാവ് ക്ഷീണിക്കുകയാണ്, ദുർബലതയിൽ നിന്ന് ബോധക്കേടിലേക്ക് പോവുകയാണ്. ഈ ബോധക്കേടിലേക്ക് പോകുമ്പോൾ ജീവന്റെ ലക്ഷണങ്ങൾ അപ്പോൾ ഹൃദയത്തിൽ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. ഈ സമയത്ത് മരണാസന്നായി കിടക്കുന്ന ആൾക്ക് മറ്റൊന്നും അറിയില്ല, ശ്വാസമെടുക്കുന്നു എന്ന് മാത്രമാണ് അറിയാൻ കഴിയുന്നത്. ഈ സമയത്ത് ഹൃദയത്തെ കമ്പനം ചെയ്ത് ആത്മാവ് സൂക്ഷ്മ ശരീരത്തിലൂടെ പുറത്തു കടക്കുന്നു. നിഷ്ക്രമണം കണ്ണിലൂടെയോ വദനത്തിലൂടെയോ ഒക്കെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അവസാന നിമിഷം ബോധം കെട്ട് കിടക്കുന്നവര് കണ്ണൊന്ന് തുറന്നു നോക്കി എല്ലാവരെയും നോക്കി ശേഷം മരിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല. അല്ലെങ്കിൽ വായിലൂടെ ഒരു ശ്വാസം എടുത്തു എന്നിട്ടാണ് മരിച്ചതെന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ. ഇങ്ങനെയാണ് ആത്മാവ് പുറത്ത് കിടക്കുന്നത്. ഗീതയിൽ പറയുന്ന പോലെ നാം ജീർണിച്ച വസ്ത്രങ്ങൾ മാറി പുതുവസ്ത്രങ്ങൾ ധരിക്കുന്ന പോലെ മരണാനന്തരം ആത്മാവ് ജീർണിച്ച ശരീരത്തെ ഉപേക്ഷിച്ച് പുതിയ ശരീരത്തെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറെടുക്കുകയാണ്. തനിക്ക് അഭയം തന്ന ശരീരം വിട്ട് പുറത്തേക്ക് വന്ന ജീവാത്മാവ് പുനർജന്മത്തിലൂടെ പുതിയ ശരീരം കിട്ടുന്നത് വരെ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അത് അടുത്ത ജന്മം വരെ അതിന്റെ കേന്ദ്രത്തിലെ ലീനാവസ്ഥയിൽ സ്ഥിതി ചെയ്യുകയാണ്. ഈ കേന്ദ്രമാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് നമുക്കൊരു പൂർവ്വജന്മം ഉണ്ടായിരുന്നുവെന്നും മരണശേഷം ആത്മാവ് സൂക്ഷ്മ ശരീരത്തിലൂടെ പുതിയ ശരീരത്തിലേക്ക് വന്നുവെന്നും എങ്ങനെയാണ് പുനർജന്മം ഉണ്ടായതെന്ന് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ പൂർവ്വജന്മം ഉണ്ടായിരുന്നു, മരണശേഷം ആത്മാവ് സൂക്ഷ്മ ശരീരത്തിലൂടെ പുതിയ ശരീരത്തിൽ വന്നിട്ട് ജനിച്ചു കഴിയുമ്പോൾ നമ്മൾക്കൊരു പൂർവ്വജന്മം ഉണ്ടായിരുന്നതായിട്ട് നമ്മൾക്ക് ഓർക്കാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണ്? കഴിഞ്ഞ ജന്മത്തിലെ അനുഭവങ്ങൾ മുദ്രകളുടെ രൂപത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ മനസ്സിൽ ലീനാവസ്ഥയിൽ കുടികൊള്ളുന്നുണ്ട്. അതാണ് നമ്മൾക്കുണ്ടാവുന്ന സംസ്കാരം എന്ന് പറയുന്നത്. ഈ സംസ്കാരത്തിന്റെ മേലുള്ള സങ്കല്പ ശക്തി കൊണ്ട് ഒരാൾക്ക് കഴിഞ്ഞുപോയ ജന്മങ്ങളെ കുറിച്ചൊക്കെ അറിവ് നേടാൻ കഴിയുന്നതാണ്. രാജയോഗം 3-ാം അധ്യായത്തില് 18-ാം സൂത്രവാക്യത്തിൽ ഇക്കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ പൂർവ്വജന്മമൊക്കെ അറിയാൻ കഴിവുള്ള യോഗികള് പണ്ടുണ്ടായിരുന്നു. ശ്രീബുദ്ധന് തന്റെ 500 പൂർവ്വജന്മങ്ങളെ കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മരണത്തോടെ നമ്മുടെ ജീവന് വലിയൊരു മറവി സംഭവിക്കുകയാണ്. പൂർവ്വ ശരീരത്തോടുള്ള മമത അറ്റുപോവുകയാണ്. നശിച്ചുപോയ വൃക്ഷത്തിൽ നിന്നും വിത്ത് വരുന്ന പോലെയാണ് സൂക്ഷ്മ ശരീരം. സ്ഥൂല ശരീരം ഉണ്ടായിരുന്നപ്പോൾ ചെയ്ത എല്ലാ കർമ്മങ്ങളുടെയും ചിന്തകളുടെയും തെളിവ് വാസനാരൂപത്തില് സൂക്ഷ്മ ശരീരത്തിൽ അടങ്ങിയിരിക്കും എന്നുള്ളതാണ്. ഇതില് നമ്മൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഉപബോധ മനസ്സിനെ കുറിച്ചാണ്. ഈ വാസനാമുദ്രകളുടെ കലവറയാണ് ഈ ഉപബോധ മനസ്സ്. വേദാന്തത്തില് ഇതിനെ ചിത്തമെന്നാണ് വിളിക്കുന്നത്. ഇതിനെ അനുകൂല സാഹചര്യത്തില് നമ്മൾ വിളിച്ചുണർത്തും. അതുവരെ ഇതൊരു സുഷുപ്താവസ്ഥയിൽ കിടക്കുന്നതാണ്. ശക്തമായ ഇന്ദ്രിയ ബോധമാണ് ഇവയെ പുറത്തു കടക്കാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തുന്നത്. നമ്മളെല്ലാവരിലും ഉണ്ട് ഇത് എന്ന് മനസ്സിലാക്കുക. ഒരു ഉപബോധ മനസ്സ് ഇന്ദ്രിയങ്ങളെല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് അതിലൂടെ പുതിയ അനുഭവങ്ങൾ നിരന്തരം കയറി വരുന്നത് കൊണ്ടാണ് ഉപബോധ മനസ്സിന്റെ പ്രവർത്തനം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത്. ബോധരശ്മികളെ ഏകാഗ്രമാക്കി നിർത്തിയാൽ കഴിഞ്ഞ ജന്മങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ജന്മ സംഭവങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾക്ക് അറിയാൻ കഴിയുന്നതാണ്. ഇതില് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഈ തർക്കവിഷയമായിട്ട് നിൽക്കുന്നത് ഇങ്ങനെയാണ് ജീവൻ വരുന്നതെങ്കിൽ പാരമ്പര്യ രോഗങ്ങളും പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ് നമ്മൾക്ക് കിട്ടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ആത്മാവ് വന്ന് കയറുകയാണെങ്കിൽ ആ സംസ്കാരം മാത്രമാണല്ലോ പിന്തുടർന്ന് പോകേണ്ടത്. അതിന് പറയുന്നത് മാതാപിതാക്കളുടെ സംയോജനത്തിലൂടെ നടക്കുന്നത് ബാഹ്യരൂപം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഈ ബാഹ്യരൂപത്തിനുണ്ടാവുന്ന മാറ്റങ്ങളെയാണ് പാരമ്പര്യ രോഗങ്ങളൊക്കെ ആയിട്ട് കാണുന്നത്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭൗതികമായിട്ട് അനേകം ഗുണങ്ങളില്ലാത്ത മാതാപിതാക്കൾക്ക് ഉണ്ടാവുന്ന സന്താനങ്ങൾ ഇതൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആരും ഒന്നും സംസാരിക്കുന്നില്ല. ഒരേ വീട്ടിൽ വളർത്തിയ സന്താനങ്ങൾ വിഭിന്ന സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റിയും ആരും സംസാരിക്കുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ ആത്മാവിൽ നിന്നും കിട്ടുന്ന സവിശേഷതകൾ. ഇതിലൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു അച്ഛനും അമ്മയ്ക്കും 4-5 മക്കളുണ്ടായി എന്ന് വയ്ക്കുക. ഒരാള് വളരെ ജ്ഞാനിയും മറ്റൊരാള് മുടന്തനും മറ്റൊരാള് കള്ളനും ഒരാള് വലിയൊരു പ്രശസ്തനായ വ്യക്തിയും ആകുകയാണ്. ഒരേ സാഹചര്യത്തിൽ വളർന്ന ഇവർക്ക് വ്യത്യസ്ത രൂപഭാവങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് കൂടി ഒന്ന് വിശദീകരിക്കേണ്ടി വരും. ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ പാരമ്പര്യ രോഗമൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വിശദീകരിക്കേണ്ടി വരും. അതിനുള്ള വ്യക്തമായ ഉത്തരമാണ് നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഈ പ്രപഞ്ചത്തിൽ ഒന്നും നശിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാത്തിനും രൂപമാറ്റം വരുന്നതേ ഉള്ളൂ. നമ്മളിൽ ഉണ്ടാകുന്ന വാസനകൾ ഒരിക്കലും നശിച്ചു പോകുന്നതല്ല. ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നിലനിൽക്കുന്നു
എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തെ നിർമ്മിക്കുന്ന ശക്തികളും കർമ്മങ്ങളും സംസ്കാരങ്ങളും ശരീരം നശിച്ചു പോയാലും മറ്റൊരു രൂപത്തിൽ അത് പ്രകാശിതമായി നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിലൂടെയൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ പുനർജന്മമുണ്ട് എന്നുള്ളത്. ഇനിയും നമ്മൾക്ക് ഈ മരണാനന്തര കർമ്മങ്ങളും അതില് പിന്നീട് വർഷാവർഷം ബലിയിടുന്നതുമൊക്കെ എന്തിനാണ് എന്നൊരു ചോദ്യമുണ്ട്. അതിന് നിസ്സാരമായിട്ടുള്ള ഒരു ഉത്തരമാണ്, നമ്മളുടെ ജീവാത്മാവ് വെളിയിലേക്ക് പോയി കഴിയുമ്പോൾ അടുത്ത ശരീരത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത ജീവനിലേക്ക് നമ്മൾ പോകുവാനായിട്ട് ആ സമയം മുതൽ 12 വർഷം വരെ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ചെയ്തിരിക്കുന്ന, അതായത് ഈ ജന്മത്തിൽ ചെയ്തിരിക്കുന്ന ചില പാപകർമ്മങ്ങളൊക്കെ മാറി നമ്മൾക്ക് പുതിയൊരു ജീവിതം, പുനർജന്മം ലഭിക്കുമ്പോൾ നമ്മൾക്ക് നല്ലൊരു ജന്മം ലഭിക്കുന്നതിന് വേണ്ടിയാണ് പിതൃക്കൾക്ക് പൂജ നമ്മൾ ചെയ്യുന്നത്, അവരെ സ്മരിക്കുന്നത് അതിനുവേണ്ടിയാണ്, അവരുടെ അനുഗ്രഹം ആ രീതിയിൽ നേടുന്നതിന് വേണ്ടിയാണ്. 12 വർഷത്തിന് ശേഷം വീണ്ടും ഒരു ജന്മം നമ്മൾക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ മരിക്കുന്നയാള് 12 വർഷത്തിനുള്ളിൽ എപ്പോൾ ജനിക്കുമെന്ന് നമ്മൾക്ക് തീർച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് 12 വർഷം വരെ നമ്മൾ മുടങ്ങാതെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും പിന്നീട് ആണ്ടുബലി മാത്രം ഇട്ടു പോകുന്നതും. ഇതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. ഇതിന്റെ രണ്ടാമത്തെ ഒരു ഭാഗം വീണ്ടും ചെയ്യുന്നുണ്ട്, ഇച്ചിരൂടെ വിശദമായിട്ട്. 1900 കാലഘട്ടങ്ങളിൽ നടന്ന ഒരു കഥയുണ്ട്. അതെല്ലാം അടുത്ത കഥയല്ല, നടന്ന സംഭവമാണ്. അത് നമ്മളുടെ മഹാത്മാഗാന്ധിയൊക്കെ അതിൽ ഇടപെട്ട ഒരു സംഭവമാണ്. അത് പുനർജന്മമാണെന്ന് തെളിയിക്കപ്പെട്ടതുമാണ്. ആ സംഭവങ്ങളെല്ലാം കൂടെ കോർത്തിണക്കി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.